ഇസ്രായേലിയ പാളയങ്ങൾ. അതാണ് ഇന്ന് രാത്രി നാം പഠനം ആരംഭിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ എന്താണ് പാളയം എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ഒന്നുകൂടെ അത് ആവർത്തിക്കാം. സമാഗമന കൂടാരം മധ്യത്തിലും ദൈവജനമാകുന്ന ഇസ്രായേൽ മക്കൾ ആ കൂടാരത്തിന്റെ ചുറ്റിലുമായിട്ടാണ് മരുഭൂമിയിൽ പാർത്തിരുന്നത്. ആ ദൈവജനമാകുന്ന ഇസ്രായേൽ മക്കൾ പാർത്തിരുന്നതായ, അവരുടെ കൂടാരങ്ങൾ സ്ഥിതി ചെയ്തിരുന്നതായ 6 ചതുരശ്ര മൈൽ ചുറ്റളവിലുള്ള അവരുടെ പാർപ്പിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്തെയാണ് പാളയം എന്ന് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാനിടയായി. അപ്പോൾ ഇസ്രായേൽ മക്കൾ സമാഗമന കൂടാരത്തിന്റെ ചുറ്റിലുമായി പാർക്കുന്ന ആ പാളയം, അവരുടെ വാസസ്ഥലം സ്ഥിതി ചെയ്യുന്ന ഏരിയ, ആ പാളയത്തെ സംബന്ധിച്ചുള്ള ചില ആത്മീയ ചിന്തകളാണ് ഇന്ന് രാത്രി പ്രാരംഭമായി നാം ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ഒന്നാമതായി, ഈ പാളയം വീണ്ടെടുക്കപ്പെട്ടവരുടെ വാസസ്ഥലമാണ് എന്നാണ് നാം പഠിക്കാൻ പോകുന്നത്. എന്താണ്? വീണ്ടെടുക്കപ്പെട്ടവരുടെ വാസസ്ഥലമാണ് പാളയം. എന്താ അങ്ങനെ പറയാൻ കാരണം? വീണ്ടെടുക്കപ്പെട്ടവരുടെ വാസസ്ഥലമാണ് പാളയം എന്ന് പറയാൻ കാരണം, നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കുന്ന സന്ദർഭത്തിൽ ആ സന്ധ്യാവേളയിൽ ഓരോ ഭവനത്തിലും, ഇസ്രായേൽ മക്കളുടെ ഓരോ ഭവനങ്ങളിലും ഓരോ കുഞ്ഞാടുകൾ എന്ത് ചെയ്തു? അറുക്കപ്പെടുവാനായിട്ടിടയായി. ദൈവം അവർക്ക് കൊടുത്തതായിരിക്കുന്ന ഒരു വ്യവസ്ഥയായിരുന്നു അത്. അവരുടെ ഭവനങ്ങളിലേക്ക് സംഹാരകൻ കടന്നു വരുമ്പോൾ അത് ഇസ്രായേലിയുടെ ഭവനമാണെന്ന് അറിയുന്നതിന് വേണ്ടി 1 വയസ്സുള്ളതും ആണും അതുപോലെ ഊനമില്ലാത്തതുമായിരിക്കുന്ന ഒരു കുഞ്ഞാട് ഓരോ ഭവനങ്ങളിലും എന്ത് ചെയ്യേണ്ടിയിരുന്നു? അറുക്കപ്പെടേണ്ടിയിരുന്നു. ആ കുഞ്ഞാടിന്റെ രക്തത്തിൽ കുറെ എടുത്തിട്ട് അവരെന്ത് ചെയ്യണം? വീടിന്റെ കട്ടിളക്കാലുകളിന്മേലും കുറുമ്പടിമേലും രക്തം പുരട്ടണം. അങ്ങനെ ആ രക്ത അടയാളം സംഹാരകൻ കാണുമ്പോൾ മനസ്സിലാകും, ഇത് ഇസ്രായേല്യ ഭവനമാണ്. ആ ഭവനം വിട്ട് അവിടുത്തെ കടിഞ്ഞൂലുകളെ സംഹരിക്കാതെ സംഹാരകൻ അവിടെ നിന്ന് കടന്നുപോകും. അപ്പോൾ ആ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടാണ് അവർക്ക് വിടുതലുണ്ടായത്. നമ്മൾ പുതിയ നിയമഭാഗം വായിക്കുമ്പോൾ കൊരിന്ത ലേഖനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. അപ്പോൾ ഇസ്രായേല്യ ഭവനങ്ങളിൽ അറുക്കപ്പെട്ടതായിരിക്കുന്ന കുഞ്ഞാട് പുതിയ നിയമഭാഗത്ത് വരുമ്പോൾ ആരെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു എന്ന കുഞ്ഞാടിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, യോഹന്നാൻ സ്നാപകൻ ഒരിക്കൽ യേശുവിനെ നോക്കി വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്.
അപ്പൊ നമുക്ക് വേണ്ടി നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ ക്രിസ്തു 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ക്രൂശിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? യാഗമായി തീരുവാനിടയായി. ആ യാഗത്തിലൂടെ യേശു ചൊരിഞ്ഞതായിരിക്കുന്ന രക്തം മുഖാന്തരമാണ് നമുക്ക് ഓരോരുത്തർക്കും വീണ്ടെടുപ്പ് ലഭ്യമായി തീരുവാനായിട്ട് ഇടയായത്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായി നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നവെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായിരിക്കുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. അതാണ് ഇവിടെ പ്രസ്താവിച്ചതായിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിപ്പാനുള്ളത്. അങ്ങനെയെങ്കിൽ മിസ്രയീമിൽ നിന്ന് ആ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി വിടുതൽ പ്രാപിച്ച വീണ്ടെടുക്കപ്പെട്ടതായിരിക്കുന്ന ദൈവമക്കളാണ് ഇപ്പോൾ എവിടെ പാർക്കുന്നത്? മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിന്റെ ചുറ്റിലുമായി പാളയത്തിൽ പാർക്കുന്നത്. 1 പത്രോസ് 1:18-19 വാക്യങ്ങളിലാണ് ഞാൻ പറഞ്ഞ ആ ഭാഗം സ്ഥിതി ചെയ്യുന്നത്. 1 പത്രോസ് 1:18-19 വാക്യങ്ങൾ. അതാണ് പാളയത്തെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ഒന്നാമത്തെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? പാളയം വീണ്ടെടുക്കപ്പെട്ടവരുടെ വേർപെട്ടവരുടെ വാസസ്ഥലമാണ്. ഒന്നാമത് ചിന്തിച്ചു, അത് വീണ്ടെടുക്കപ്പെട്ടവരുടെ വാസസ്ഥലമാണ്. രണ്ടാമത് നമുക്ക് ചിന്തിപ്പാനുള്ളത്, അത് വേർപെട്ടവരുടെ വാസസ്ഥലമാണ്. അതാണ് രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. അങ്ങനെ പറയുവാനായിട്ടുള്ള കാരണം, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ പാർത്തിരുന്ന കാലത്ത് മിസ്രൈമ്യ ജനമായിട്ട് അവരിടകലർന്നാണ് അവിടെ പാർത്തത്. അങ്ങനെ പാർത്തിരുന്ന ജനമാണ് പരിപൂർണമായി മിസ്രൈമിൽ നിന്ന് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്? അവർ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ മിസ്രൈമിനെ അവരിപ്പോൾ എന്ത് ചെയ്തു? വിട്ടു. മാത്രമല്ല, അവര് മരുഭൂമിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അവര് ചെങ്കടൽ കടന്നതായിട്ട് കാണാനായിട്ട് കഴിയും, ഇല്ലേ? അപ്പോൾ മിസ്രൈമിലായിരുന്ന ജനം ചെങ്കടൽ കടന്നാണ് ഇപ്പോൾ എവിടെ വന്നിരിക്കുന്നത്? മിസ്രൈമിൽ, മരുഭൂമിയിൽ വന്നിരിക്കുന്നത്. അങ്ങനെ മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിന്റെ ചുറ്റിലുമായി പാർക്കുന്ന ജനത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവര് പൂർണ്ണമായി ഇപ്പോൾ മിസ്രൈമിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? വേർപെട്ട ജനമായിട്ടാണ് നമുക്ക് അവരെ കാണാൻ കഴിയുന്നത്. ചെങ്കടൽ കടന്നത് വാസ്തവത്തിൽ സ്നാനത്തിന്റെ ഒരു മുൻകുറിയാണെന്ന് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും അത് ചെങ്കടൽ കടന്ന്, അല്ലെങ്കിൽ ചെങ്കടലിൽ കൂടെ അവര് കടന്ന് എന്ത് ചെയ്തു? മോശയോട് ചേർന്നതായിട്ട് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവമക്കൾ ലോകമാകുന്ന മിസ്രയീം വിട്ട് സ്നാനമേറ്റ് കഴിയുമ്പോൾ അവര് പൂർണ്ണമായ ഒരു വേർപെട്ട ദൈവമക്കളായി തീരുകയാണ്. അതുകൊണ്ടാണ് സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, ബിലെയാം ഇസ്രായേലിനെ നോക്കി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ രണ്ടാമതായിട്ട് അവരാരാണ്? വേർപെട്ട ദൈവജനമാണ്. അവരുടെ
പഴയ ജീവിതത്തിൽ നിന്നും പരിചയങ്ങളിൽ നിന്നൊക്കെ ദൈവമക്കൾ ആരാണ്? വേർപെട്ട ജനമാണെന്ന് മറന്നു പോകരുത്. പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ചാണ് നമ്മൾ ക്ലാസ്സിൽ ചിന്തിക്കുന്നതെങ്കിലും അതെല്ലാം പുതിയ നിയമ വിശ്വാസികളെ കൂടെ സൂചിപ്പിക്കുന്നുവെന്ന് ഇത്തരണത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഒന്ന്, അവര് വീണ്ടെടുക്കപ്പെട്ട അവരുടെ വാസസ്ഥലമാണ്. രണ്ട്, വേർപെട്ടവരുടെ വാസസ്ഥലമാണ്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ചിന്തിപ്പാനായിട്ടുള്ളത്, ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ട വാസസ്ഥലമാണ് പാളയം. എന്താണ്? ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ട വാസസ്ഥലമാണ് പാളയം. അതാണ് മൂന്നാമതായിട്ട് നാം ചിന്തിപ്പാനായിട്ട് പോകുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ട വാസസ്ഥലമാണ് ഇസ്രായേൽ ജനത്തിന്റെ പാളയം എന്ന് പറയാൻ എന്താണ് കാരണം? അതിനൊരു കാരണമുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇസ്രായേലിയ പാളയത്തെ സംബന്ധിച്ച് പഠിച്ചപ്പോൾ അവര് കൂടാരമടിക്കുന്നത് ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരമായിരുന്നുവെന്ന് കാണാൻ സാധിച്ചു. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് ഈ ദിക്കുകളിൽ സമാഗമന കൂടാരത്തിന് ചുറ്റിലുമായി 3 ഗോത്രങ്ങൾ ഓരോ കൊടിക്കീഴിലാണ് അവർ പാളയം അടിച്ചിരുന്നതെന്ന് നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ എന്താ അതിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? അവരുടെ ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരമായിരുന്നില്ല അവരെന്ത് ചെയ്തത്? കൂടാരമടിച്ചിരുന്നത്. നമുക്കറിയാം, അഹരോനും മോശയും ഒക്കെ കിഴക്ക് വശത്ത് കൂടാരമടിച്ചിരിക്കുകയാണ്. അതുപോലെ 3 ഗോത്രങ്ങൾ കിഴക്ക് വശത്ത് കൂടാരമടിച്ചിട്ടുണ്ട്. ഈ സമാഗമന കൂടാരത്തിന്റെ വാതിൽ കിഴക്കോട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കൂടാരത്തിൽ കടക്കുവാൻ സാധിക്കുന്നത് ആർക്കാണ്? കിഴക്ക് വശത്തുള്ളവർക്കാണ്, അല്ലെ? അപ്പം എവിടെ കൂടാരമടിച്ചാലും ഈ പറയപ്പെട്ട കിഴക്ക് വശത്ത് ആര് താമസിക്കണം എന്ന് ദൈവം കൊടുത്തിരിക്കുന്ന ആ വ്യവസ്ഥ പ്രകാരം അവര് മാത്രമേ കിഴക്ക് വശത്ത് താമസിക്കാൻ ഒക്കെയുള്ളൂ. അപ്പം പടിഞ്ഞാറ് വശത്ത് കൂടാരമടിച്ചിരിക്കുന്ന വ്യക്തി സമാഗമന കൂടാരത്തിന്റെ വാതിൽ വഴിയായി കടക്കണമെങ്കിൽ അവര് എന്ത് ചെയ്യണം? ചുറ്റി വരണം. അടുത്ത സ്ഥലത്ത് കൂടാരമടിക്കുമ്പോൾ പടിഞ്ഞാറ് വശത്തുള്ളവർ പറയുകയാണ്, ഞങ്ങൾ കുറച്ച് നടന്നു വേണം ഇവിടെ വരാൻ. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കിഴക്ക് വശത്ത് താമസിച്ചവർ എന്ത് ചെയ്തു? പടിഞ്ഞാറ് പോയി താമസിച്ചു. ഞങ്ങൾ കിഴക്ക് താമസിക്കട്ടെ, ഞങ്ങൾക്ക് നടക്കാൻ വയ്യ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ദൈവം കൊടുത്തതായിരിക്കുന്ന ക്രമമനുസരിച്ച് ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരമാണ് അവര് ഓരോ വശങ്ങളിലും എന്ത് ചെയ്തിരുന്നത്? പാർത്തിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ട വാസസ്ഥലമാണ് പാളയം എന്ന് പറയാൻ കാരണം. ഇനി അടുത്തതായിട്ടുള്ള മറ്റൊരു പ്രത്യേകത, പാളയത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുള്ള ജീവിതത്തെയാണ് പാളയം സൂചിപ്പിക്കുന്നത്. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ജീവിതത്തെയാണ് പാളയം സൂചിപ്പിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. അവരിപ്പോൾ മിസ്രൈമിലല്ല. അവരെല്ലാവരും മിസ്രൈം ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? വിട്ടിരിക്കുകയാണ്. മിസ്രൈം അവരെന്ത് ചെയ്തിരിക്കുകയാണ്? വിട്ടിരിക്കുകയാണ്.
ഇനി മിസ്രൈമിലെ ജീവിതമല്ല ഇസ്രായേൽ മക്കൾക്ക് ഉള്ളത്. അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ ആരോഗ്യം, ആദിയായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങൾക്കും അവരിപ്പോൾ ആരിൽ ആശ്രയിക്കണം? ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം. വേറെ യാതൊരു മാർഗവും അവർക്ക് ജീവിക്കുവാനായിട്ട് മരുഭൂമിയിൽ ഇല്ല. വിതയോ കൊയ്ത്തോ ഒന്നും മരുഭൂമിയിൽ സാധ്യമല്ല. അപ്പോൾ 40 വർഷവും അവരെങ്ങനെയാ ജീവിച്ചത്? ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാണ് ജീവിച്ചത്. പറഞ്ഞത് മനസ്സിലായല്ലോ. മിസ്രൈമിലായിരുന്നെങ്കിൽ അവിടെ ജീവിക്കുവാനായിട്ട് അവർക്ക് ജോലി ചെയ്യാം, അല്ലെങ്കിൽ വേല ചെയ്യാം. എന്നാൽ മരുഭൂമിയിൽ വന്നപ്പോൾ അതൊന്നും അവിടെ ഇല്ല. അവർക്ക് ഭക്ഷണം വേണോ, അവർക്ക് ആരോഗ്യം വേണോ, അവർക്ക് വസ്ത്രം വേണോ എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം അവർ ആശ്രയിച്ചിരുന്നത് ആരിൽ മാത്രമാണ്? ദൈവത്തിൽ മാത്രം അവരാശ്രയിക്കുവാനിടയായി. അതുകൊണ്ടാണ് നാം ചിന്തിക്കുന്നത്, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവരുടെ വാസസ്ഥലമാണ് ഏത്? ഈ പാളയം. നമുക്കറിയാം എന്താ ദൈവം അവർക്ക് ഭക്ഷണമായി കൊടുത്തതെന്ന് നമുക്കറിയാം, അല്ലെ? ശക്തന്മാരുടെ, സ്വർഗത്തിലെ ദൂതന്മാരുടെ ഭക്ഷണമായിരിക്കുന്ന മന്നയാണ് 40 വർഷവും ദൈവം എന്ത് ചെയ്തത്? അവർക്ക് വർഷിപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി. മറ്റൊരു ആഹാരവും അവർക്ക് ലഭ്യമായിരുന്നില്ല. ദൈവം കൊടുത്തതായിരിക്കുന്ന കാടപ്പക്ഷി, അങ്ങനെ ദൈവം കൊടുത്തതായിരിക്കുന്ന മന്ന, ഇതൊക്കെയായിരുന്നു അവരുടെ ഭക്ഷണം. അപ്പോ അവരുടെ ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടി അവരെന്ത് ചെയ്യണമായിരുന്നു? ദൈവത്തിൽ മാത്രം ആശ്രയിക്കണമായിരുന്നു. അവരുടെ വസ്ത്രം എന്ത് ചെയ്തില്ലെന്നാ വായിക്കുന്നത്? അത് പഴകിപ്പോയില്ല എന്നാണ് വായിക്കുന്നത്. വാസ്തവത്തിൽ അതൊക്കെ വലിയ അത്ഭുതമല്ലേ? 40 വർഷം നമ്മള് ഒരേ വസ്ത്രം ധരിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ വാങ്ങിക്കുന്ന വസ്ത്രത്തിനൊക്കെ ഗ്യാരണ്ടി ഇല്ലേ? കൂടിപ്പോയാൽ എത്ര നാള് ആ വസ്ത്രം നമ്മൾ ഉപയോഗിക്കും. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവര് മിസ്രൈമിൽ നിന്ന് ഇട്ടുകൊണ്ട് വന്നതായിരിക്കുന്ന വസ്ത്രമാണ് 40 വർഷം. മനസ്സിലായോ? അവര് ഉപയോഗിച്ചത് കീറിപ്പോകുകയോ പഴകിപ്പോകുകയോ ചെയ്യാൻ ദൈവം അനുവദിച്ചില്ല. അതിന്റെ കൂടെ ഒരു അത്ഭുതം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ ഒരു 5 വയസ്സുള്ള കുഞ്ഞ് മിസ്രൈമിൽ നിട്ടുകൊണ്ട് വന്നതായിരിക്കുന്ന അവന്റെ ഷർട്ട് അവന് എത്ര വർഷം ഇട്ടെന്നാ പറഞ്ഞേ? 40 വർഷം ഇട്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിക്കേ, അവൻ 40 വർഷം മരുഭൂമിയിൽ പാർത്തപ്പോൾ അവനിപ്പോ എത്ര വയസ്സായി? 45 വയസ്സായില്ലേ? ഇല്ലേ? അപ്പൊ 5 വയസ്സ് ഉള്ള സമയത്തിട്ട് ഷർട്ട് പഴകിയെന്ന് മാത്രമല്ല, അവന്റെ ശരീരം വലുതാകുന്നതിനനുസരിച്ച് എന്റെ ആ ചിന്തയാ കേട്ടോ, അവന്റെ ഉടുപ്പും അല്ലെങ്കിൽ അവന്റെ ഷർട്ട് എന്ത് ചെയ്തു? വലുതായിക്കൊണ്ടേയിരുന്നു. ഇതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത കേട്ടോ. അതൊക്കെ നമ്മള് അതിൽ കൂടെ ഗ്രഹിക്കേണ്ട കാര്യമാണ്. അവരുടെ കാല് വീങ്ങിയില്ല എന്ന് എഴുതിയിരിക്കുന്നു. മരുഭൂമിയിൽ കൂടെ 40 വർഷം അവർ നടന്നിട്ടും അവരുടെ കാലിന് നീര് വെക്കുകയോ മുട്ടുവേദന എടുക്കുകയോ ഒന്നും ചെയ്തില്ലെന്ന്. അപ്പം ആരോഗ്യത്തിന്റെ രഹസ്യമൊക്കെ ദൈവമാണ് കൈകാര്യം ചെയ്തത്. അതാണ് ഈ യാത്രയുടെ പ്രത്യേകത. അപ്പൊ ദൈവം അവരുടെ ജീവിതത്തിൽ കൂടെ ഇരുന്ന് അവർ ദൈവത്തിൽ ആശ്രയിച്ചാണ് അവർ മുൻപോട്ട് പോകുവാനായിട്ട്
ഇടയായത്. അതാണ് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ആ ജീവിതമാണ് പാളയത്തിലെ ജീവിതം എന്ന് പറയാൻ കാരണം. ഇനി അടുത്ത വിഷയം പാളയം സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. സംതൃപ്തമായ ജീവിതത്തെയാണ് പാളയം സൂചിപ്പിക്കുന്നത്. സംതൃപ്തമായ ജീവിതത്തെയാണ് പാളയം സൂചിപ്പിക്കുന്നത്. അത് ഞാന് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞതായ കാര്യമാണ്. എന്നാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വീണ്ടും ഓർപ്പിക്കുക, സ്വർഗീയ ധാന്യമാണ് ദൈവം അവർക്ക് നൽകുവാനിടയായത്. സ്വർഗീയ ധാന്യം സ്വർഗത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ദൈവമാണ് ഈ ധാന്യം, ഈ മന്ന എന്ന് പറയുന്ന ധാന്യം അവർക്ക് വർഷിപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായത്. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയും. അതായത് രാവിലെ മഞ്ഞ് വീഴുന്ന കൂട്ടത്തിൽ ഈ ധാന്യം കൂടെ മണൽപ്പുറത്ത് ഇങ്ങനെ വീണ് കിടക്കും. അപ്പൊ ഓരോരുത്തർക്ക് ആവശ്യമായിരിക്കുന്ന ധാന്യം അവരവരെന്ത് ചെയ്യണം? പെറുക്കണം. ഒരിടങ്ങഴി വീതം ഓരോരുത്തരും പെറുക്കണം. രാവിലെ പറയുക, എനിക്ക് ഇച്ചിരി ക്ഷീണമാണ്, അതുകൊണ്ട് എൻ്റെ മന്ന കൂടെ വീട്ടിലുള്ള നിങ്ങൾ പെറുക്കിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല കേട്ടോ. അവരവർക്ക് വേണ്ടതായ ധാന്യം അവരവരാണ് പെറുക്കി എടുക്കേണ്ടത്. മാത്രമല്ല, അവർക്ക് ദൈവം പൊടി പോലെ മാംസത്തെ കൊടുത്തു എന്നും നമുക്ക് 78-ാം സങ്കീർത്തനത്തിൽ വായിക്കാൻ കഴിയും. 78-ാം സങ്കീർത്തനത്തിന്റെ 23 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവർക്ക് ദൈവം എന്ത് ചെയ്തെന്ന പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും ദൈവം വർഷിപ്പിച്ചതായി കാണാൻ കഴിയും. അതിന്റെ കാരണം നമുക്കറിയാം. ഇസ്രായേൽ മക്കള് ഒരിക്കൽ പെറുപെറുത്തു, പെറുപെറുത്തു. ഞങ്ങൾക്ക് മിസ്രൈമിലായിരുന്നെങ്കിൽ മാംസം ലഭിച്ചിരുന്നു, ഇറച്ചി ലഭിച്ചിരുന്നു, ഞങ്ങള് ഇവിടെ 9 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങളും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് അത് പിന്നീട് വായിച്ചു കൊള്ളണം. അവിടെ തൃപ്തിയുള്ളതായ ഒരു ജീവിതത്തെയാണ് കാണാൻ സാധിക്കുന്നത്. എങ്കിലും ഇസ്രായേൽ മക്കൾ പലപ്പോഴും പെറുപെറുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും, അല്ലേ? ദൈവത്തിൽ നിന്ന് നേരിട്ട് നന്മകളൊക്കെ അനുഭവിച്ചിട്ടും അവരുടെ ആഗ്രഹങ്ങളെല്ലാം ദൈവം സാധിപ്പിച്ചു കൊടുത്തിട്ടും അവര് പെറുപെറുക്കുന്ന ജനമായിരുന്നു കേട്ടോ. പെറുപെറുക്കുന്ന ഒരു ജനമായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒന്നും പോരാ. അവരൊരിക്കൽ പറഞ്ഞത് കേട്ടോ, ഈ വെറും മന്നയല്ലാതെ ഇവിടെ വേറൊന്നും ഇല്ലെന്ന്. വളരെ വിറ്റമിൻ ഉള്ളതായിരിക്കുന്ന ഈ ഭക്ഷണം ദൈവം ദിനം തോറും കൊടുത്തിട്ടും ഈ പിറുപിറുക്കുന്ന ജനം പറയുകയാണ്, എന്താ പറഞ്ഞേ? ഈ വെറും മന്നയല്ലാതെ ഇവിടെ വേറൊന്നും കിട്ടുന്നില്ല. അവര് മിസ്രൈമിലായിരുന്ന കാര്യത്തെക്കുറിച്ച് അവർ ഓർക്കുന്നത് എന്താ? അവിടെ ആയിരുന്നപ്പോ ഞങ്ങൾക്ക് ഉള്ളി കിട്ടുമായിരുന്നു, ചിറ്റുള്ളി കിട്ടുമായിരുന്നു, ചീര കിട്ടുമായിരുന്നു, മത്തങ്ങ കിട്ടുമായിരുന്നു. ഇതൊന്നും അവിടെ ഇല്ലെന്നും പറഞ്ഞാൽ അവരെന്ത് ചെയ്തത്? വെറുപെറുത്തത്, അല്ലെ? ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞാണ് അവര് വെറുപെറുക്കുവാനായിട്ട് ഇടയായത്. അതൊക്കെ നമുക്ക് നല്ല പാഠങ്ങളാണ് കേട്ടോ. ദൈവം നമ്മെ കൊണ്ടുവന്ന വഴികളൊന്നും ഒരിക്കലും ദൈവമക്കൾ എന്ത് ചെയ്യരുത്? മറക്കരുത്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ കുറിച്ചൊക്കെ ഓർത്തു നോക്കിയാൽ നമ്മൾ അനുഭവിച്ചതായിരിക്കുന്ന കഷ്ടതയും നമ്മൾ അനുഭവിച്ചതായിരിക്കുന്ന ഇല്ലായ്മയും ഒക്കെ ദൈവം മാറ്റി, ഇല്ലേ? നമുക്കിപ്പോൾ ദൈവം ആവശ്യമായതൊക്കെ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം നൽകുന്ന ഉപകാരങ്ങൾ, ദൈവം തരുന്ന നന്മകൾ ഓർത്ത് ദൈവമക്കളോട് എന്ത് ചെയ്യുന്നവരായിരിക്കണം? ദൈവത്തിന് നന്ദി പറയുന്നവരായിരിക്കണം കേട്ടോ. ദൈവത്തിന് നന്ദി പറയാതിരിക്കരുത്. അത് ദൈവത്തിന് സഹിക്കുവാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും വെറുപെറുക്കാതെ ദൈവം തരുന്ന നന്മകൾക്കൊത്തവണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നവരായിരിക്കണം? ദൈവത്തെ സ്തുതിക്കുന്നവരും ദൈവത്തോട് നന്ദിയുള്ളവരും ആയിരിക്കണം എന്ന് ഇതോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് പാളയത്തെ കുറിച്ച് പഠിക്കാനുള്ള മറ്റൊരു കാര്യം,
പാളയം പരദേശവാസത്തെ കുറിക്കുന്നു. പാളയം പരദേശവാസത്തെ കുറിക്കുന്നു. അതാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. എന്താ അങ്ങനെ പറയാൻ കാരണം? 40 വർഷങ്ങൾ ദൈവജനമാകുന്ന ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ അവർ യാത്ര ചെയ്യുകയായിരുന്നു. എവിടേക്കാണ് യാത്ര ചെയ്തത്? അബ്രഹാം പിതാവിനോട് ദൈവം വാഗ്ദത്തം ചെയ്തതായ കനാൻ ദേശത്തേക്ക് അവർ യാത്ര ചെയ്യുന്നവരായിരുന്നു. എന്നാൽ അവർ കൂടാരം അടിച്ച് ഏതാണ്ട് 41 സ്ഥലങ്ങൾ മാറി മാറി അവർ കൂടാരം അടിച്ച് ആണ് അവര് ഇങ്ങനെ യാത്ര ചെയ്ത് മുൻപോട്ട് പോകുവാനിടയായത്. ചിലയിടങ്ങളിൽ 1 മാസം, ചിലയിടങ്ങളിൽ 2 മാസം, അങ്ങനെ കൂടാരം അടിച്ചാണ് അവർ താമസിച്ച് മുൻപോട്ട് യാത്ര ചെയ്ത് എവിടെ എത്തിയത്? കനാൻ ദേശത്ത് എത്തുവാനിടയായത്. സംഖ്യാപുസ്തകം 33-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ആ ഭാഗം കാണുവാനായിട്ട് കഴിയും. അപ്പോൾ കനാൻ നാട്ടിൽ ചെന്ന ശേഷം അവർക്ക് ഓർക്കുവാൻ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ മരുഭൂമിയിൽ എങ്ങനെയാണ് പാർത്തത്? അത് കൂടാരത്തിലാണ് ഞങ്ങൾ പാർത്തത്. അതൊരു പരദേശവാസമായിരുന്നുവെന്ന് അവർക്ക് ഓർക്കാനുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ മരുഭൂമിയിൽ ആരല്ല, സ്ഥിരതാമസക്കാരല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചും നാം ചിന്തിച്ചാൽ ഈ ഭൂമിയിൽ നമ്മളും ആരാണ്? പരദേശവാസികളാണ് എന്ന് മറക്കരുത്. നമുക്ക് വേണ്ടി ഒരു സ്വർഗീയ കനാൻ, ഒരു ഭവനം നമ്മുടെ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഒരുക്കിക്കൊണ്ടിരിക്കുക അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാൻ പോവുകയാണ്. ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് കർത്താവ് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോ നമ്മുടെ സ്ഥിരവാസമല്ല ഈ ഭൂമി. നമുക്ക് നല്ല വീടുണ്ടായിരുന്നാലും, ഇനി വാടക വീട്ടിലാണ് താമസിച്ചിരുന്നാലും ഒരു കാര്യം മറക്കരുത്, നമ്മൾ ഈ ഭവനങ്ങളെല്ലാം വിട്ട്, നമുക്ക് ഈ ഭൂമിയിലുള്ളതെല്ലാം വിട്ട് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകേണ്ടവരാണ്. നമ്മളെല്ലാവരും ഇവിടെ പരദേശികളാണ്. ഇവിടുത്തെ വാസം സ്ഥിരമല്ല. കർത്താവ് മേഘത്തിൽ വന്ന് അത് തന്റെ ഗംഭീര ശബ്ദം മുഴക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുകയും ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് എല്ലാവരും ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എന്ത് ചെയ്യും? എടുക്കപ്പെടും. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ അത് കാണാൻ കഴിയും. അതുകൊണ്ട് ദൈവമക്കൾ എല്ലാവരും ഓർത്തിരിക്കണം, നാമും ഇവിടെ ആരാണ്? പരദേശികളാണ്. ഇതല്ല നമ്മുടെ ദേശം, ഇവിടെയല്ല നമ്മുടെ പാർപ്പിടം. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി എന്നുള്ള പാട്ടിൽ നമ്മൾ പാടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇസ്രായേൽ മക്കൾ പരദേശവാസമായിരുന്നു. അവിടെ മരുഭൂമിയിൽ പാളയത്തിൽ താമസിച്ചുകൊണ്ട് അവര് ജീവിച്ചതെങ്കിൽ നമ്മളും ഈ ലോകത്തിൽ ആരാണ്? പരദേശവാസികളാണ് എന്ന് മറക്കരുത്. നമ്മുടെ ദേശം ഇവിടെയല്ല, നമ്മുടെ സ്ഥിരഭവനം ഇവിടെയല്ല. നമ്മുടെ കർത്താവ് ഒരു രാജ്യം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് എന്ന് മറക്കരുത്. ഇനി ശ്രദ്ധിച്ചാട്ടെ, അടുത്ത വിഷയം, പാളയത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന അടുത്ത വിഷയം, പാളയത്തിൽ കാണുന്ന കൊടിയടയാളം അത് ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചല്ലോ, കിഴക്ക് വശത്ത് സിംഹത്തിന്റെ മുഖം, പടിഞ്ഞാറ് വശത്ത് കാളയുടെ മുഖം, അതുപോലെ തെക്ക് വശത്ത് മനുഷ്യന്റെ മുഖം,
വടക്ക് വശത്ത് കഴുകിന്റെ കൊടിയടയാളം. ഇങ്ങനെ ഓരോ കൊടിയടയാളത്തിന്റെ കീഴിലാണ് ഇസ്രായേൽ മക്കൾ പാർത്തിരുന്നതെങ്കിൽ ആ കൊടിയടയാളം ആരെ കുറിക്കുന്നു? യേശു ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതെങ്ങനെയാണെന്ന് പറയാം. എങ്ങനെയാണ് യേശുവിനെ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിന്റെ ചരിത്രമടങ്ങുന്ന 4 സുവിശേഷങ്ങൾ നാം പഠിക്കുമ്പോൾ, സിംഹം മൃഗങ്ങളുടെ രാജാവാണെന്ന് പറയുന്നത് പോലെ കിഴക്ക് നാട്ടിയിരിക്കുന്ന സിംഹമുഖമുള്ള കൊടിയടയാളം യേശു രാജാവാണെന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ സിംഹത്തിന്റെ മുഖമുള്ള കൊടിയടയാളം സൂചിപ്പിക്കുന്നത് യേശു ആരാണ്? രാജാവാണ്. മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു ചോദ്യം കാണാം. പ്രാരംഭ അധ്യായത്തിൽ തന്നെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അല്ലേ? അപ്പോൾ യേശു മത്തായി സുവിശേഷത്തിൽ ആരായിട്ടാണ് വെളിപ്പെടുന്നത്? രാജാവായിട്ടാണ്. രാജാവ്. ഇനി പടിഞ്ഞാറ് വശം, സമാഗമന കൂടാരത്തിന്റെ പടിഞ്ഞാറ് വശത്ത് നാട്ടിയിരിക്കുന്ന കൊടിയടയാളം ഏതാണെന്നാ ചിന്തിച്ച്? കാളയുടെ മുഖമുള്ള കൊടിയടയാളമാണ്. കാളയുടെ മുഖം. ആ കാള സൂചിപ്പിക്കുന്നത് യേശുദാസനാണ് എന്നാണ്. യേശു ആരാണ്? ദാസനാണ്. നമ്മുടെ കർത്താവ് ഒരു ദാസനായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്, അല്ലേ? ശിഷ്യന്മാരുടെ പോലും കാലുകൾ ആരാ കഴുകിയത്? യേശുവാ കഴുകിയത്. താൻ ദാസനാണെന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകിയതായിട്ട് നമുക്ക് വെളിപ്പെട്ട് കാണുവാനിടയാകുന്നു. ആ കാളയുടെ മുഖമുള്ള കൊടിയടയാളം യേശുദാസനാണെന്ന് വെളിപ്പെടുമ്പോൾ തന്നെ അത് മർക്കോസിന്റെ സുവിശേഷത്തെയും സൂചിപ്പിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്നത് ശുശ്രൂഷ ചെയ്യിപ്പിക്കാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുവാനുമായിട്ടാണ് യേശു വന്നത്. അപ്പോൾ പടിഞ്ഞാറ് വശത്തുള്ള കാളയുടെ കൊടിയടയാളം യേശു ആരാണെന്നാണ് വെളിപ്പെടുന്നത്? ഒരു ദാസനാണ് എന്നാണ് വെളിപ്പെടുന്നത്. നമ്മൾ പാടുമല്ലോ, ദാസനെ പോലെ സേവയെ ചെയ്ത ആ നല്ല കർത്താവിനെ കുറിച്ച് നമ്മൾ പാടാറുണ്ട്. അപ്പോൾ യേശു ദാസനാണ്. അത് 4 സുവിശേഷങ്ങളിൽ മർക്കോസിന്റെ സുവിശേഷത്തെയാണ് ആ ഭാഗം സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് തെക്കുവശത്ത് മനുഷ്യന്റെ മുഖമുള്ള കൊടിയടയാളം. അത് ലൂക്കോസിന്റെ സുവിശേഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മനുഷ്യപുത്രനാണ് എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം വെളിപ്പെടുത്തുന്നത്. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ തെക്കുവശത്തുള്ളതായ കൊടിയടയാളം മനുഷ്യമുഖമാണ്. അത് യേശു ക്രിസ്തു മനുഷ്യപുത്രനാണ് എന്നാണ് വെളിപ്പെടുന്നത്. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും, യേശു ലോകത്തിൽ വന്നത് മനുഷ്യപുത്രനായിട്ട് വന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യമുഖമുള്ള കൊടിയടയാളം യേശു മനുഷ്യപുത്രനാണെന്ന് വെളിപ്പെടുത്തുന്നു. അത് ലൂക്കോസിന്റെ സുവിശേഷത്തെയും സൂചിപ്പിക്കുകയാണ്. ഇനി അവശേഷിക്കുന്ന ഭാഗം വടക്ക് വശത്തുള്ള ഭാഗമാണ്. വടക്ക് വശത്തെ കൊടിയടയാളം കഴുകന്റെ മുഖമാണ്. അത് യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നു. അത് യോഹന്നാന്റെ സുവിശേഷത്തെയും സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ എന്താ? വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു എന്ന് പറഞ്ഞ് യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് നമ്മുടെ കർത്താവ് ആരാണ്? ദൈവമാണ്. അപ്പോൾ 4 വശത്തുള്ളതായിരിക്കുന്ന കൊടിയടയാളങ്ങൾ
യേശുവിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഈ പാളയം നമ്മെ ഓർപ്പിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. കിഴക്ക് വശത്തുള്ള കൊടിയടയാളം സിംഹമുഖം, അത് യേശു രാജാവാണെന്ന് മത്തായി സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തുന്നു. അടുത്തത് പടിഞ്ഞാറ് വശത്തുള്ളതായിരിക്കുന്ന കാളയുടെ മുഖമുള്ള കൊടിയടയാളം, അത് യേശു ദാസനാണെന്ന് വെളിപ്പെടുത്തുന്നു. അത് മർക്കോസിന്റെ സുവിശേഷത്തെയും കുറിക്കുകയാണ്. മൂന്നാമതായിട്ട് തെക്ക് വശത്തുള്ള കൊടിയടയാളം, യേശു മനുഷ്യപുത്രനാണ്, ആ മനുഷ്യന്റെ മുഖമാണ് അവിടുത്തെ കൊടിയടയാളം. അത് ലൂക്കോസിന്റെ സുവിശേഷത്തിലൂടെ കാണുവാൻ കഴിയും. വടക്ക് വശത്തുള്ള കൊടിയടയാളം കഴുകിന്റെ മുഖമാണ്, അത് യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നു. അത് യോഹന്നാന്റെ സുവിശേഷത്തെയും കാണിക്കുകയാണ്. ഇനി പാളയത്തെ കുറിച്ചുള്ളതായ അടുത്ത മറ്റൊരു വിഷയം, പാളയം ദൈവിക അനുഗ്രഹത്തെയാണ് കാണിക്കുന്നത്. പാളയം ദൈവിക അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സമാഗമന കൂടാരം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ വളരെ അനുഗ്രഹം പ്രാപിപ്പാനിടയാകും. ഞാൻ അനേക സ്ഥലങ്ങളിൽ ഈ സമാഗമന കൂടാരം പഠിപ്പിക്കുവാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. അത് പഠിച്ച ദൈവമക്കൾക്കെല്ലാം അത് വളരെ അനുഗ്രഹമായിരുന്നുവെന്ന് പിന്നീട് എനിക്ക് കേൾപ്പാനായിട്ടിടയായിട്ടുണ്ട്. പലയിടങ്ങളിൽ നിന്നും അന്ന് ആ വർഷങ്ങൾക്ക് മുൻപൊക്കെ പറഞ്ഞ ആ ക്ലാസിന്റെ ഭാഗങ്ങൾ അവർ ഫോൺ ചെയ്യുമ്പോൾ എന്നെ ഓർപ്പിക്കാറുണ്ട്. കാരണം പല ഭാഗങ്ങളും അവരുടെ ആത്മീയ ജീവിതത്തിന് അത് അനുഗ്രഹമായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ ഭാഗം നമ്മൾ പ്രാർത്ഥനയോടെ ചിന്തിച്ചാൽ നമുക്കെല്ലാവർക്കും ആത്മീയ ജീവിതത്തിന് അത് അനുഗ്രഹമായി തീരുവാനിടയാകും. അപ്പൊ പാളയം ദൈവത്തിന്റെ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയാൻ കാരണം, അവരുടെ മുകളിൽ ദൈവത്തിന്റെ മേഘം ദൈവം വിരിച്ചിരുന്നതായി കാണാൻ കഴിയും. കേട്ടോ, ചൂടേറിയ ആ മണലാരണ്യത്തിലാണ്, മരുഭൂമിയിൽ അവർ പാർക്കുന്നതെങ്കിലും അവർ പാർക്കുന്ന ഇടങ്ങളെല്ലാം AC റൂം പോലെയായിരുന്നു. എന്താ കാരണം? ദൈവത്തിന്റെ മേഘം അവരുടെ മീതെ യാത്ര ചെയ്തു. നോക്കണേ, എന്തൊരു അനുഗ്രഹമായിരുന്നു അതല്ലേ. സൂര്യന്റെ അതികഠിനമായിരിക്കുന്ന ചൂടേൽക്കാതെ ആ മണൽ അരണ്യത്തിൽ പാർക്കുന്നതായിരിക്കുന്ന ദൈവജനത്തിന് ഈ മേഘം ഒരു അനുഗ്രഹമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ മേഘത്തിന്റെ കീഴിൽ അവർ പാർക്കുമ്പോൾ അവർക്ക് ചൂട് അല്പം പോലും ഏൽക്കത്തില്ല. ഈ 6 മൈൽ ചുറ്റളവിൽ ദൈവത്തിന്റെ മേഘം അവരുടെ മുകളിൽ യാത്ര ചെയ്തു. അതാ നമ്മൾ പഠിക്കുന്നത്. മേഘം ഉയരുമ്പോൾ ഓർത്തോണം, ഇവിടുത്തെ പാർപ്പിടം, ഇവിടുത്തെ താമസം തീരാറായി. എന്നിട്ട് മേഘം ഉയർന്ന് മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ ആ മേഘത്തെ നോക്കിയാണ് അവർ മുൻപോട്ട് യാത്ര ചെയ്തിരുന്നത്. വാസ്തവത്തിൽ പകൽക്കാലം ഈ മേഘം അവർക്ക് തണല് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ രാത്രിയിൽ ഈ മേഘം എന്ത് ചെയ്തു? അവർക്ക് വെളിച്ചം കൊടുക്കാനിടയായി. ഈ 6 മൈൽ ചുറ്റളവിൽ പാർക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇലക്ട്രിസിറ്റി എവിടുന്ന, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കാൻ അതിന്റെ ഇന്ധനം എവിടുന്ന? നമ്മുടെ ദൈവം ഒരാളെ വിളിച്ചു വേർതിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ദൈവം കരുതുന്ന ദൈവമാകട്ടോ. ദൈവം അവരെ കരുതുന്ന ദൈവമാണ്. ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അവർക്ക് എന്തെല്ലാം വേണമെന്ന് ദൈവം മുമ്പേ തീരുമാനിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തെത്തുമ്പോഴാണ് ദൈവം ആ അനുഗ്രഹം അവരുടെ മേൽ ചൊരിയുവാനിടയാകുന്നത്. അങ്ങനെയാണെങ്കിൽ മേഘസ്തംഭം അവർക്ക് പകൽ തണലും, രാത്രിയാകുമ്പോൾ അവർക്ക് എന്തോടെ വേണം? വെളിച്ചം വേണം. അത് വെളിച്ചമായി അവർക്ക് പ്രകാശിക്കുവാനായിട്ടിടയായി. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയാണല്ലേ. ഒന്ന് ഓർത്തു നോക്കിക്കേ. അപ്പം വെളിച്ചവും ആഹാരവും തണലും ഒക്കെ ഈ മേഘത്തിന്റെ കീഴിലുള്ളവർക്കേ ഉള്ളു കേട്ടോ. അത് ഓർത്തോണം. മേഘത്തിന്റെ വെളിയിൽ പോയി താമസിച്ചിട്ട്
എനിക്ക് ആഹാരം കിട്ടുന്നില്ല, എനിക്ക് വെളിച്ചം കിട്ടുന്നില്ല എന്ന് പരാതിപ്പെടാനായിട്ട് പാടില്ല. ആർക്കാണിത് കിട്ടുന്നത്? മേഘത്തിന്റെ കീഴിൽ താമസിക്കുന്നവർക്കാണ്. അപ്പോൾ അത് നമുക്ക് വലിയൊരു പാഠമാകട്ടോ. ദൈവം നമ്മെ ആക്കിയ സ്ഥാനത്ത് ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ കേട്ടോ. ദൈവത്തെ വിട്ട്, ദൈവ സാന്നിധ്യത്തെ വിട്ട് ആ വെളിയിൽ പോയിട്ട് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല കേട്ടോ. ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, ഞാൻ സ്നാനപ്പെട്ടതാണ്, പക്ഷെ എന്നെ ദൈവം അനുഗ്രഹിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ കീഴിലല്ല ജീവിക്കുന്നത്, ദൈവത്തെ പുറന്തള്ളിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം അനുഗ്രഹിക്കാതിരിക്കുന്നത്. തീർച്ചയായും മേഘത്തിന്റെ കീഴിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ആ അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ മേൽ വർഷിപ്പിക്കുവാനായിട്ടിടയാണ്. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്തെയാണ് ഈ പാളയം സൂചിപ്പിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടൊന്ന് നോക്കിക്കേ. എത്രയോ ദൈവമക്കൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് അവർ ഉയർച്ചയിലേക്ക് വരാൻ കാരണം ഇതൊന്നു മാത്രമാണ് കേട്ടോ. നമ്മെയും നമ്മുടെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നല്ല വീടില്ലാതെ കഷ്ടപ്പെട്ട സന്ദർഭങ്ങളില്ലായിരുന്നു, നല്ല വസ്ത്രം എടുക്കാൻ കൊതിച്ച സന്ദർഭങ്ങളില്ലേ, നല്ല ഭക്ഷണം ഭക്ഷിക്കാനില്ലാതിരുന്ന സന്ദർഭങ്ങളില്ലേ. എന്നാൽ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയത് മുതൽ ഒന്നിനും മുട്ടുവരാതെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തക്ക സമയത്ത് തന്ന് നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് മറന്നു പോകരുത്. നാം ദൈവത്തിന് വേണ്ടി കൊടുത്താൽ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ നമുക്ക് മാത്രമല്ല അനുഗ്രഹം, നമ്മുടെ തലമുറകളെ കൂടെ ദൈവം എന്ത് ചെയ്യുന്ന ദൈവമാണ്? അനുഗ്രഹിക്കുന്ന ദൈവമാകട്ടോ. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഞാന് അടുത്ത ഭാഗം കൂടെ പറഞ്ഞിട്ട് ആ പാളയത്തെക്കുറിച്ചുള്ള വിഷയം അവസാനിപ്പിക്കാൻ പോവുകയാണ്. പാളയത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന അടുത്ത വിഷയം, പാളയത്തിന്റെ അകത്ത് അനുഗ്രഹമാണെങ്കിൽ പാളയത്തിന് പുറത്ത് അത് ശിക്ഷാവിധിയാണ് എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പാളയത്തിനകത്ത് അനുഗ്രഹമാണെങ്കിൽ പാളയത്തിന് പുറത്ത് എന്താണ്? ശിക്ഷാവിധിയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തതായിരിക്കുന്ന സന്ദർഭത്തിൽ കുറ്റം ചെയ്തവരെ എന്ത് ചെയ്തെന്നാ വായിക്കുന്നേ? പാളയത്തിന്റെ പുറത്തവരെ ആക്കി, ഇല്ലേ? അപ്പൊ പാളയത്തിന്റെ പുറത്ത് ദൈവം ആരെ ആക്കുന്നുവോ അവരെ ദൈവം ശിക്ഷിക്കുകയാണ്. അവിടെ ശിക്ഷാവധിയാണ് നടക്കുന്നത്. മോശയ്ക്കെതിരായി സംസാരിച്ചതായ സഹോദരിയായ മിരിയാമിനെയും അവള് കുഷ്ഠരോഗിയായി തീർന്നത് നിമിത്തം എന്താ നമ്മൾ വായിക്കുന്നേ? അവളെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയെന്ന. മേഘത്തിന്റെ കീഴിൽ താമസിക്കാൻ ദൈവം പിന്നെ ഇടയാക്കിയില്ല. അവൾ എവിടെ പോയി താമസിക്കേണ്ടി വന്നു? 7 ദിവസം അവള് പാളയത്തിന്റെ പുറത്ത് താമസിക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ അവിടെ തണലില്ല, അവിടെ വെളിച്ചമില്ല, ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല, കൂട്ടായ്മയില്ല. കുറ്റക്കാരനായി തീർന്നാൽ അവരുടെ വാസം എവിടെയാണ്? പാളയത്തിന്റെ വെളിയിലാണ്. പാളയത്തിന്റെ അകത്ത് മേഘത്തിന്റെ കീഴിൽ അനുഗ്രഹമെങ്കിൽ പാളയത്തിന് പുറത്ത് എന്താണ്? അവിടെ ശിക്ഷാവിധിയാണ്. അപ്പോൾ 8-9 പോയിന്റാണ് നമ്മളിപ്പോ ചിന്തിച്ചതല്ലേ. ഞാൻ നേരത്തെ ദേവദാസൻ പറയുന്നത് ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഈ പഠനമൊക്കെ കഴിഞ്ഞ് ദൈവം നിങ്ങൾക്ക് ശുശ്രൂഷിപ്പാനൊക്കെയുള്ള അവസരം തന്നാൽ ഇതൊക്കെ നിങ്ങൾക്ക് മുതൽക്കൂട്ടായി തരും കേട്ടോ. ഓരോ പോയിന്റ് പറഞ്ഞ് നമ്മുടെ അനുഭവങ്ങളുമായിട്ടൊക്കെ ചാലിച്ച് അത് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് എത്ര അനുഗ്രഹമാണെന്നറിയാവോ. അപ്പം
പാളയത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന വിഷയങ്ങൾ ഇങ്ങനെയാണ് സ്തുതി ചെയ്യുന്നത്. ഇനി അടുത്ത ഹെഡിങ്, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കൂടാരത്തെക്കുറിച്ചുള്ള ബാഹ്യ പഠനമാണ്. കൂടാരത്തെ സംബന്ധിച്ചുള്ള ബാഹ്യ പഠനം, അതാണ് അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് കേട്ടോ. കൂടാരത്തെ സംബന്ധിച്ചുള്ള ബാഹ്യ പഠനം. ഇപ്പൊ നമ്മള് ആരംഭത്തിൽ ചിന്തിച്ച കാര്യം, മോശ മുഖാന്തരം ദൈവം കൊടുത്തതായിരിക്കുന്ന മാതൃക പ്രകാരമാണ് മരുഭൂമിയിൽ എന്ത് ചെയ്തത്, ഈ കൂടാരം തീർക്കുവാനിടയായതെന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് ആദ്യമായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത്, കൂടാരം എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത്? ഈ കൂടാരം എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത്? അതിന്റെ ആ ചിന്തകൾ നമ്മൾ പ്രാരംഭത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. അതായത് ദൈവജനം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് കൂടാരങ്ങളിൽ താമസിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? കൂടാരത്തിൽ പാർക്കുന്ന ദൈവജനത്തിന്റെ മധ്യത്തിൽ ഞാനും അവരുടെ മധ്യത്തിൽ എന്ത് ചെയ്യും? ഒരു കൂടാരത്തിൽ പാർക്കും. അത് ദൈവം തീരുമാനിച്ച കാര്യം. അതുകൊണ്ടാണ് സമാഗമന കൂടാരം എന്ന് അതിന് പേര് വരാൻ കാരണം. അടുത്തതായിട്ട് നാം ചിന്തിക്കുമ്പോൾ, അവര് മരുഭൂമി വാസം കഴിഞ്ഞ് അവരെവിടെ എത്തി? കനാൻ നാട്ടിലെത്തി. അവിടെ എത്തി അവര് വീടുകൾ പണിതു താമസിച്ചപ്പോൾ, വീടുകൾ പണിതു, അവിടെ കൂടാരത്തിലല്ല, വീടുകൾ പണിതു താമസിച്ചപ്പോൾ ദൈവം തീരുമാനിച്ചു, വീടുകൾ പണിതു താമസിക്കുന്ന ജനത്തിന്റെ മധ്യേ എനിക്കും പണി കഴിപ്പിച്ച ഒരാലയം വേണം. അതുകൊണ്ടാണ് ശലോമോൻ മുഖാന്തരം ദൈവം എന്ത് ചെയ്തത്? ഒരാലയം പണിത് അതിനകത്ത് ദൈവം വാസം ചെയ്യുവാനായിട്ട് ഇടയായത്. അങ്ങനെയാണെങ്കിൽ പഴയ നിയമഭാഗം നാം ശ്രദ്ധിച്ചാൽ ദൈവം എവിടെ വാസം ചെയ്തു? മനുഷ്യന്റെ കൈപ്പണിയായ ആലയങ്ങളിൽ ദൈവം എന്ത് ചെയ്തു? വാസം ചെയ്തു. എന്നാൽ പുതിയ നിയമഭാഗം നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവം തീരുമാനിച്ചു, കൈപ്പണിയായ ആലയങ്ങളിൽ ഞാൻ ഇനി എന്ത് ചെയ്യുന്നില്ല? വാസം ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. ഇപ്പോൾ ദൈവം വാസം ചെയ്തത് എവിടെയാണ്? കൈപ്പണിയായ ഒരു ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ അല്ല, പിന്നെ ദൈവസഭയിലാണ് ദൈവം പുതിയ നിയമകാലത്ത് എന്ത് ചെയ്യുന്നത്? വാസം ചെയ്യുന്നത്. അപ്പോൾ കൂടാരം എന്തിനു വേണ്ടി ഉണ്ടാക്കി? അതാണ് നമ്മുടെ ചോദ്യം. എന്തിനു വേണ്ടി ഉണ്ടാക്കിയത്? മരുഭൂമി യാത്രയിൽ ദൈവജനമാകുന്ന ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ഒരു കൂടാരത്തിൽ താമസിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവവും തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? ഞാനും അവരുടെ മധ്യത്തിൽ ഒരു കൂടാരത്തിൽ പാർക്കും. അതിനുവേണ്ടിയാണ് കൂടാരം പണിവാനിടയായത്. ഇനി അടുത്ത കാര്യം, അതായത് നമ്മളിപ്പോ ചിന്തിക്കുന്ന ഭാഗത്തിന്റെ ഹെഡിങ് എന്തുവാ നിങ്ങൾ എഴുതിയത്? കൂടാരത്തെ കുറിച്ചുള്ള ബാഹ്യ പഠനമെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയുകയാണ്, ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നവർ
ഈ കൂടാരത്തിൽ വരണമായിരുന്നു. ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണമായിരുന്നു? ഈ കൂടാരത്തിൽ വരണമായിരുന്നു. ഒക്കെ വളരെ ആത്മീയ ആഴമായ അർത്ഥങ്ങളുള്ളതാ കേട്ടോ. അപ്പൊ ദൈവത്തോടൊരു മനുഷ്യൻ അടുത്തു വരുവാനായിട്ട് ആ കാലത്ത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവന് വേറെ വഴിയില്ല കേട്ടോ, വേറെ മാർഗമില്ല ദൈവത്തോട് അടുത്തില്ല. അവൻ എന്ത് ചെയ്യണമായിരുന്നു? ഈ കൂടാരത്തിൽ എത്തിച്ചേരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്നും ദൈവത്തോട് അടുത്ത് ചെല്ലണമെങ്കിൽ ആരിൽ കൂടെ മാത്രമേ വഴിയുള്ളൂ? യേശുവിൽ കൂടെ മാത്രമേ വഴിയുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം സൂചിപ്പിക്കുന്നത്. വിശദമായിട്ട് നമുക്ക് പിന്നീട് പഠിക്കുവാനായിട്ടുണ്ട്. കൂടാരം ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഞാനിപ്പോൾ അത് പറഞ്ഞത്. അപ്പൊ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണം? ഈ കൂടാരത്തിലെത്തണം. ഈ കൂടാരം ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നും ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ ആഗ്രഹിക്കുന്ന ഒരാള് എവിടെയാണ് ആദ്യം വരേണ്ടത്? ക്രിസ്തുയേശുവാകുന്ന വാതിൽ വഴിയായിട്ട് കടക്കണം. യോഹന്നാൻ 14:6 ഓർമ്മയുണ്ടോ? കർത്താവ് പറഞ്ഞത് എന്തുവാ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. അത് കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 4:12 കൂടെ ഓർത്തോണം. അപ്പോസ്തലപ്രവൃത്തി 12:4 4-ാം അധ്യായം 12-ാം വാക്യം എന്താ അവിടെ കാണുന്നത്? മറ്റൊരുത്തനിലും രക്ഷയില്ല, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമവും ഇല്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ ഈ കൂടാരം പണിതു. ആ കൂടാരത്തിൽ കൂടെ മാത്രമേ ഒരുവിന് ദൈവസന്നിധിയിൽ വരുവാൻ കഴിയുള്ളൂ. അടുത്ത കാര്യം എന്താണെന്നറിയാമോ? ഇസ്രായേൽ പാളയങ്ങളുടെ മധ്യേ ഒരൊറ്റ കൂടാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു വലിയ ആഴമായ അർത്ഥമുള്ള കാര്യമാണ്. ഇസ്രായേൽ പാളയങ്ങളുടെ മധ്യേ കൂടാരം ഒന്ന് മാത്രം. ഒന്ന് ഓർത്തു നോക്കിയേ, ഈ 6 ചതുരശ്ര മൈലിന്റെ അങ്ങേ അറ്റത്ത് താമസിക്കുന്ന വ്യക്തി അത്രയും ദൂരം സഞ്ചരിച്ച് യാത്ര ചെയ്ത് വേണം കൂടാരത്തിൽ വരാൻ. അവന്റെ ഈ നടപ്പ് ലാഭിക്കാനായിട്ട് അവൻ പറഞ്ഞോ, ഞാൻ വേറൊരു കൂടാരം അവിടെ പണിയാൻ പോവുക? അവനെ പറഞ്ഞോ? ഇല്ല. കൂടാരം ഒന്ന് മാത്രം. അവിടെ എത്തിച്ചേരണം എല്ലാവരും. ഏതാണ്ട് 20 ലക്ഷത്തിന്റെ മേൽ ഉള്ളതായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന് ആരാധിക്കാൻ എത്ര കൂടാരമുണ്ട്? ഒരൊറ്റ കൂടാരം. പല കൂടാരം പണിയാനായിട്ട് വ്യവസ്ഥയില്ല കേട്ടോ. ഒറ്റ കൂടാരം, അത് ദൈവത്തിന്റെ വ്യവസ്ഥയാ. അങ്ങേ അറ്റത്ത് താമസിക്കുന്ന 4-5 വീട്ടുകാരെല്ലാം കൂടെ തീരുമാനിക്കുകയാണ്, നമുക്കിനി അങ്ങോട്ട് നടന്നു പോകാൻ വയ്യ. അതുകൊണ്ട് നമുക്ക് ഇവിടെങ്ങാനും ഒരു കൂടാരം ഉണ്ടാക്കി ഞായറാഴ്ച ഇവിടെങ്ങാനും കൂടാം. പാടില്ല. അവൻ എത്രമാത്രം നടക്കണോ അത്രയും നടന്ന് ആ വ്യക്തിയും എവിടെ എത്തണം? ദൈവത്തെ ആരാധിക്കാൻ കൂടാരത്തിൽ എത്തിച്ചേരണം. കൂടാരം ഒന്ന് മാത്രം. 1 തിമോഥെയോസ് 2:5 വാക്യം ഒന്ന് നോട്ട് ചെയ്തോണേ. 1 തിമോഥെയോസ് 2:5. അത് നിങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം അതിനകത്ത് വരും. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കൂടാരത്തിന്റെ പണിക്കാരെ കുറിച്ചാണ് കേട്ടോ. കൂടാരത്തിന്റെ പണിക്കാരെ കുറിച്ചാണ്. ഈ സമാഗമന കൂടാരത്തിന്റെ മാതൃക ദൈവം എവിടെ വെച്ചാ കാണിച്ചു കൊടുത്ത മോശയ്ക്ക്? ആ സീനായി മലയുടെ ഉന്നതത്തിൽ വെച്ച. അവിടെ ഇരുന്ന മോശ സ്വർഗീയ കൂടാരത്തിന്റെ മാതൃക കണ്ട് മനസ്സിലാക്കി. എന്തിനാ അങ്ങനെ കാണിച്ചു കൊടുത്ത ദൈവം? ഈ മാതൃക പ്രകാരം വേണം താഴെ ഇറങ്ങി ചെന്നിട്ട് എന്ത് ചെയ്യുവാൻ?
സമാഗമന കൂടാരം പണിയുവാൻ. ദൈവം കൊടുത്ത മാതൃകയല്ലാതെ പണിയാൻ വ്യവസ്ഥയില്ല. ദൈവം കാണിച്ച മാതൃകയിൽ തന്നെ വേണം കൂടാരം പണിയുവാൻ. അങ്ങനെ മോശ കണ്ട മാതൃക അതനുസരിച്ച് പണിയുവാനായിട്ട് രണ്ടുപേരെ ദൈവം ഇസ്രായേലിന്റെ മധ്യത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനിടയായി. കേട്ടോ, അവരാരാന്ന് ഞാൻ പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ ആളുടെ പേര് ബസലിയേൽ എന്ന. ഒന്നാമത്തെ ആൾ ആരാ? ബസലിയേൽ. അദ്ദേഹം യഹൂദ ഗോത്രക്കാരനാണ്. കേട്ടോ, യഹൂദ ഗോത്രത്തിൽപ്പെട്ട ബസലിയേൽ. രണ്ടാമത്തെ ആള് ഒഹോലിയാവാണ്. ഒഹോലിയാവ്. അദ്ദേഹം ദാൻ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. ഇവരെ ആര് വിളിച്ചിട്ടാ തെരഞ്ഞെടുത്തെന്നറിയാമോ? ദൈവം. എത്രയോ പേര് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇത് പണിയുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത രണ്ടുപേരാണ്. ആരൊക്കെ? ബസലിയേലും ഒഹോലിയാവും. ഒഹോലിയാവും. അവരുടെ ഗോത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇവരാണ് ഇത് പണിയാനായിട്ട് തീരുമാനിച്ചത്. അത് വെറുതെ അവരെഴുന്നേറ്റ് വന്നതല്ല, ദൈവം അവരെ തെരഞ്ഞെടുത്തത്. അതിന്റെ അർത്ഥം മനസ്സിലായോ? ദൈവവേല ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിയെ ദൈവം തെരഞ്ഞെടുക്കണം. അല്ലാതെ ദൈവവേല ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ലെന്നാ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ഓരോ ഭാഗങ്ങളെ കുറിച്ചും മോശ പറയും. ഇങ്ങനെയാണ് പണിയേണ്ടത്, ഇങ്ങനെയാണ് പണിയേണ്ടത്, ഇങ്ങനെയാണ് പണിയേണ്ടത് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ളതായിരിക്കുന്ന ജ്ഞാന ആത്മാവും ദൈവം ആർക്ക് കൊടുത്തു? ഈ രണ്ടുപേർക്ക് കൊടുത്തു. കേട്ടോ, ഇതിന്റെ പണിയെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാനുണ്ട്. വളരെ വിശേഷമായ പണികളാണ്. മോശ ഇന്ന പ്രകാരമാണ് ഞാൻ കണ്ടതെന്ന് പറയുമ്പോൾ അത് ശരിക്കും കാണുവാനുള്ള അല്ലെങ്കിൽ പണിയുവാനുള്ള ജ്ഞാന ആത്മാവ് ദൈവം ഇവർക്ക് കൊടുത്തു. കേട്ടോ, അതുകൊണ്ടാണ് ആ മോശ പറയുന്നത് പോലെ അവർക്കത് പണിയുവാനായിട്ട് ഇടയായത്. ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വായിച്ചോണം. ഞാൻ ഈ പറഞ്ഞ കാര്യം അവിടെയുണ്ട്. പുറപ്പാട് പുസ്തകം 31 അധ്യായം 1 വാക്യവും 6 വാക്യവും 35 അധ്യായം 30 തൊട്ട് 36 വരെയുള്ള വാക്യങ്ങളിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമ വെളിച്ചത്തിൽ നാം ചിന്തിക്കുമ്പോൾ ദൈവസഭയുടെ പണിക്ക് ഇത് സാദൃശ്യമാണ്. കേട്ടോ, ദൈവസഭയുടെ പണിക്ക് അത് സാദൃശ്യമാണ്. അപ്പോൾ ദൈവത്തിന്റെ സഭയുടെ പണിക്കാരായിട്ട് ദൈവം ആരാണ് തെരഞ്ഞെടുക്കുന്നത്? പരിശുദ്ധാത്മാവ് ആണ്, അല്ലെങ്കിൽ ദൈവമാണ് ഒരാളെ തെരഞ്ഞെടുക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം പ്രാപിച്ചെങ്കിൽ മാത്രമേ ദൈവസഭയുടെ പണിക്കാരായിട്ട് ഇരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാ വേലയിലും വെച്ച് ശ്രേഷ്ഠമായ വേലയാണ് ദൈവസഭയുടെ പണിക്കാരായി തീരുക എന്നുള്ളത്. കേട്ടോ, 1 കൊരിന്ത്യർ ലേഖനം 9 അധ്യായം 16-17 വാക്യങ്ങളിലൊക്കെ അത് കാണാൻ കഴിയും. അപ്പൊ ലോകത്തിലുള്ളതായിരിക്കുന്ന സകല ജോലിയെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ ജോലി ഏതാന്നാ പറഞ്ഞേ? ദൈവസഭയുടെ പണിക്കാരായി തീരുക. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന പണി. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ ഒക്കെ അതിന് തെരഞ്ഞെടുത്തല്ലോ എന്നോർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. കേട്ടോ, ദൈവത്തിന്
മഹത്വം കൊടുക്കണം. അതോടുള്ള ബന്ധത്തിൽ ഞാൻ ഇന്നത്തെ ക്ലാസ് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് പോകുന്നത്, നമ്മെ ദൈവാലയത്തിന്റെ ദൈവസഭയുടെ പണിക്കാരായിട്ട് തെരഞ്ഞെടുത്തെങ്കിൽ അതിന്റെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് ആരാന്നറിയാമോ? ദൈവമക്കളാകട്ടോ, ദൈവമക്കളാ. ഈ സമാഗമന കൂടാരത്തിന് വെള്ളി വേണം, സ്വർണം വേണം, താമ്രം വേണം. ഇതൊക്കെ മരുഭൂമിയിൽ എവിടെ കിട്ടാനാ? പക്ഷേ ഇതെല്ലാം ആരുടെ പക്കൽ ഉണ്ട്? ഇസ്രായേൽ ജനത്തിന്റെ പക്കലുണ്ട്. അവര് വേണം ഇത് കൊണ്ടുകൊടുക്കുവാൻ. മോശയുടെ പക്കൽ ഇവരിത് ഏൽപ്പിക്കണം. അങ്ങനെ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ സമാഗമന കൂടാരത്തിന്റെ പണി നടക്കത്തുള്ളൂ. അവര് സ്വമേധാദാനങ്ങളായിട്ട് അത് കൊടുത്തു എന്നാണ് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. തങ്ങളാൽ കഴിയുന്നതായിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ദാനങ്ങളും ഇസ്രായേൽ മക്കൾ കൊടുത്തത് നിമിത്തമാണ് അവിടെ ഒരു സമാഗമന കൂടാരം പണിയുവാൻ